ഇതിനകത്ത് ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറുക. അച്ഛന്മാരെ വഷളാക്കുന്നു. അച്ഛന്മാരല്ല, ഇവിടെ നിയമം നടപ്പാക്കേണ്ട പിന്നെ എം എൽ എ വന്നിട്ട് ആൾക്കാരുടെ വികാരം മനസ്സിലാക്കാതെ ആൾക്കാരെതിരെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇതാക്കിയത്. അച്ഛന്മാരെ എതിരെ നിന്നല്ല. ഞങ്ങളിവിടെ ജീവിക്കുന്ന, ഞാൻ വയനാട്ടുകാരൻ, ഇവിടെ ജീവിക്കുന്ന ആളാ. ഞങ്ങളുടെ വികാരങ്ങൾ പറഞ്ഞു, അല്ല അച്ഛന്മാരെ വഷളാക്കിയതല്ല. ഇവിടെ എം എൽ എ വന്ന് വഷളാക്കിയിട്ട് അച്ഛന്മാരുടെ മണ്ടയും ജനങ്ങളുടെ മണ്ടയും കയറണ്ട. ആൾക്കാർ ഇവിടെ തല്ലി ചതയ്ക്കണം. എന്ത് കാര്യം തല്ലി ചതയ്ക്കുന്നത്? ആൾക്കാർ ശാന്തമാവണം. ആൾക്കാരെ അടി കൊള്ളാനും അടിക്കാനും നിൽക്കേണ്ട. ആൾക്കാർ ശാന്തമാവുക, ബോഡി സംസ്കരിക്കാന്നുള്ളതേ ഉള്ളൂ. ജനപ്രതിനിധികളോട് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞു. ജനങ്ങൾക്കെതിരെ നിൽക്കാനല്ല പറയേണ്ടത്. ഇവിടെ സംഭവിച്ചതാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറുക. ഞങ്ങൾ ആരും ആഹ്വാനം കൊണ്ടുവന്നില്ല. ഞാനിവിടെ നാട്ടുകാരനായിട്ട് വന്നതാണ്. നാട്ടുകാരനായിട്ട് വന്നതാണ് ഞാൻ, അല്ലാതെ ആൾക്കാർ കൂട്ടി വന്നതല്ല. അപ്പൊ ജനങ്ങളെ മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാരെല്ലാം പറയുവാണ് ഞങ്ങൾ ഇവിടെ നാളെ നിങ്ങൾ അച്ഛന്മാരെ കൈകാര്യം ചെയ്യും. ആൾക്കാർ ഇവിടെ എം എൽ എമാർ ചെയ്തതിന് അവർക്ക് കുഴപ്പമില്ല. ജനങ്ങൾ എം എൽ എ ആണ് വിഷയം മനസ്സിലാക്കിയത്. എം എൽ എ ആൾക്കാർ തലം ചെല്ലാൻ പറഞ്ഞോ? ജനങ്ങളെ വികാരം മനസ്സിലാക്കി അവരെ സമാധാനിപ്പിക്കേണ്ട എം എൽ എ ജനങ്ങളെ എതിരായിട്ട് ചെന്നു. അത് ശരിയാണോ? അച്ഛന്മാരാണ് വഷളാക്കിയത്. ഞങ്ങൾ അച്ഛന്മാരല്ല. ഞാൻ ഇവിടുത്തെ കാരനായിട്ട് നിൽക്കുന്നത്. ഞാൻ ഈസ്റ്റ് ജോർജ് എന്ന് മാമ്പള്ളിയിൽ നിന്ന് അച്ഛൻ എന്റെ കുപ്പായുള്ളൂ. ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛന്മാർ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാർ അവരെ രാഷ്ട്രീയ ലാഭം മാത്രം കാണുമ്പം ജനങ്ങൾക്ക് വേണ്ടി, ഈ മരിച്ച പോളിന് വേണ്ടി, ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയ ലാഭം. ഞാൻ കഴിഞ്ഞ ആനുകുത്തി കൊന്ന സമയത്ത് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്ന ആളാ. ചർച്ചയ്ക്ക് മുഴുവൻ ഉണ്ടായിരുന്ന ആളാ. ഇവരുടെ അർത്ഥം നമുക്കറിയാം. ജനങ്ങളെ മനസ്സിലാക്കാത്ത പ്രതിനിധികൾ നമുക്ക് വേണ്ട. അത്രേ ഉള്ളൂ. ഞങ്ങളോട് ജീവിക്കും. അവരുടെ അവതാരതരകളെ ജീവിക്കുന്നത്. ഞങ്ങളോട് ജീവിക്കും. മാനന്തവാടിയിൽ നടന്നപ്പോ എന്താ സംഭവിച്ചത്? നമ്മളൊരു കളക്ടറിനെ കാണാൻ ചോദിച്ചിട്ട് അവര് അവസരം തന്നില്ല. പോട്ടെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വായിച്ചത് കേട്ടില്ല. അവരാർക്ക് വേണ്ടി വായിച്ചതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഒരു അടിസ്ഥാനപരമായ പ്രശ്നം വയനാടൻ ജനതയുടെ സംരക്ഷണമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. വളരെ കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ ആളാണ് മരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ ആള്. എന്നിട്ടും ഇതുപോലെ തണുത്ത ഒരു നയം കേരളത്തിൽ, വയനാടൻ ജനതയോട് പുച്ഛമാണെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക്. ആ നടപടി ശരിയാവില്ല. വയനാടൻ ജനതയ്ക്ക് വേണ്ടി, ഇവരുടെ നീതിക്ക് വേണ്ടി, വയനാടിന്റെ നീതിക്ക് വേണ്ടി, ഞങ്ങളുടെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോരാടും.